ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാൻ ഇന്ന് ഒരു ഓണത്തിൻ്റെ സദ്യ കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിലല്ല കേട്ടോ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്, ട്രിവാൻഡ്രംകാരാണ്. അതുകൊണ്ടാണ് ട്രിവാൻഡ്രം സ്റ്റൈലിലൊരു ഓണസദ്യ കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾക്ക് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഓണമൊന്നും അധികം ആഘോഷിച്ചിട്ടില്ല. പിന്നെ ചെറുതായിട്ടൊന്ന് പിന്നെ എത്രയൊക്കെ നമ്മൾ വേറെ അവർ ഓരോരോ നാട്ടിലും ഓരോരോ രീതിയിലാണ് ഈ ഓണസദ്യ ഉണ്ടാക്കുന്നത്. എന്നാലും എനിക്കെന്തോ എത്ര ഇതായിരുന്നാലും നമുക്ക് ഈ ട്രിവാൻഡ്രം സദ്യ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ പറയുമ്പോഴേ വായിൽ നിന്ന് വെള്ളം വരും. നോൺ വെജിനെക്കാട്ടിലും വെജിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ പ്രത്യേകിച്ച് സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലൊക്കെ ഒരുപാട് കല്യാണം മിസ് ചെയ്യാറുണ്ട്. ആ ഒരു സമയം വിളിക്കുമ്പോഴൊന്നും എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം സദ്യ എന്ന് കേട്ടാൽ എനിക്ക് ഒരു പ്രത്യേക ഒരു ഭ്രാന്താണ്. അപ്പം ഞാനിന്ന് ആ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടുത്തെ സദ്യ കാണിക്കുക എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ ഒരു ചുരിദാറൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു മാലയൊക്കെ ഇട്ടിട്ടൊക്കെയാണ് പോകുന്നത്. ഇനി കുറച്ചുകൂടെ ഒന്ന് തലയൊക്കെ ചീകിട്ടിട്ട് നമുക്ക് കാണാം, ഓണസദ്യ കാണാം. സദ്യ മാത്രമേ ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ. സദ്യ കാണിച്ച് ചെറിയൊരു പഴം, ഉപ്പേരി, ഒരു മുളക് വറുത്തത്, പപ്പടം, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, ഇഞ്ചിക്കറി, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ, കിച്ചടി, പച്ചടി, ബീട്രൂട്ട് പച്ചടി, തോരൻ, അമരയ്ക്ക തോരൻ, പിന്നെ ഓലൻ, അവിയൽ, വട, കൂട്ടുകറി, ഇതെല്ലാം. പിന്നെ പരിപ്പും കൂടെ ഇട്ട് കുറച്ച് നെയ്യും ഒഴിച്ചിട്ട് ഇതാണ് ആദ്യത്തെ. കുറച്ച് പപ്പടവും കൂടെ ഇട്ടിട്ടാണ് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ്. ആദ്യം പരിപ്പ് ഒഴിച്ചാണ് ഞങ്ങളുടെ ഒരു സദ്യ തുടങ്ങുന്നത്. പിന്നെ രണ്ടാമത് സാമ്പാർ ഒഴിക്കും. പിന്നെ മൂന്നാമത് അടപ്പായസം. അടപ്പായസത്തിൽ കുറച്ച് പഴവും കുറച്ച് പപ്പടവും കൂട്ടി മിക്സ് ചെയ്താണ് കഴിക്കൽ. അടപ്പായസത്തിൻ്റെ കളർ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ച കളറ് ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത് കടലപ്പായസത്തിലും ഈ ബാക്കിയുള്ള പഴവും പപ്പടവും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോളിയാണ്. ബോളിയും അതിൻ്റെ പുറത്ത് ബൂന്തിയും പിന്നെ അതിൻ്റെ പുറത്ത് സേമിയ പായസവും. പിന്നെ തിരിച്ച് അതുപോലെ പിന്നെയും തിരിച്ച് ചോറാണ് വരുന്നത്. ചോറിന് വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത് നെക്സ്റ്റ് പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. പിന്നെ അതിൻ്റെ അടുത്ത് മോര് കലക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ചോറിട്ടിട്ട് പിന്നെയും രസം. അങ്ങനെ ഒരു 6 പ്രാവശ്യം ചോറിടും. ഇടയ്ക്ക് മാത്രമാണ് പായസം വരുന്നത്, 3 ഐറ്റം പായസം. പിന്നെ തിരിച്ച് ചോറ് തന്നെയാണ്. എൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ട് കുന്തം ഇല്ലാത്ത പോലെ ആയിപ്പോകും. ഒരു എച്ചിൽ പോലും ഇല്ല അതിൽ ബാക്കി വയ്ക്കാൻ. ഞാനങ്ങനെ ഫുള്ള് വടിച്ച് നക്കി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എന്നെ എടുക്കാൻ വേണ്ടി ബുൾഡോസറാണ് നോക്കിയത്, അത്രയ്ക്കും ഫുള്ളായി.